ഇപ്പോൾ ഉത്സവങ്ങളുടെ കാലമാണ് എന്നെല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലായിടത്തും ആളും ബഹളവും ആനയും കൊട്ടും ആഘോഷവുമൊക്കെയാണ്. പല ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് പല ആനകളും ആ സ്ഥലത്തേക്ക് എത്താറുണ്ട്. അത്യാവശ്യം വലിയ മുറ്റമുള്ള ആനയ്ക്ക് ഒന്ന് നിൽക്കാനും ഒന്ന് കിടക്കാനും ഒക്കെ അത്യാവശ്യം സ്ഥലമുള്ളിടത്താണ് സാധാരണ ഉത്സവങ്ങൾക്ക് എത്തുമ്പോൾ ആനയെ പാർപ്പിക്കാറുള്ളത്. ഇപ്പോഴിതാ ജാനിമോൾ, അതായത് മഞ്ജുപിള്ളയുടെ മകൾ മുംബൈയിലേക്ക് പോയതിന് പിന്നാലെ തന്നെ മഞ്ജുപിള്ള വീട്ടിൽ സ്ഥലമുള്ളത് കൊണ്ടും തൊട്ടടുത്ത് ഉത്സവമായതുകൊണ്ടും ആനയെ വീട്ടിലെത്തിച്ചു എന്നാണ് മകൾ പറയുന്നത്. ഞാനുള്ളപ്പോഴൊന്നും അമ്മ ഇങ്ങനെ ചെയ്യാറില്ല എന്നും ഞാൻ പോയപ്പോൾ ഇതാ അമ്മ ഇങ്ങനെ ചെയ്തിരിക്കുന്നുവെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് സ്റ്റോറി പങ്കുവച്ചിരിക്കുകയാണ്. വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നൊരു വീഡിയോ ആയി മാറുന്നു. എന്ത് രസകരമായിട്ടാണ് ഈ കുട്ടി വീഡിയോസൊക്കെ ചെയ്യുന്നതെന്ന് പലപ്പോഴും തന്നെ പലരും ജാനു എന്ന വിളിപ്പേരുള്ള ദയാസുചിത്രയെക്കുറിച്ച് പറയാറുണ്ട്. മഞ്ജുപിള്ളയുടെ ഏറ്റുമാനൂരിലെ വീടാണ് ഇതെന്ന് മനസ്സിലാകുന്നു. മുറ്റത്ത് ഓല തിന്ന് നിൽക്കുന്ന ലക്ഷണമൊത്ത ഒരു ആനക്കുട്ടനെയും കാണാൻ സാധിക്കുന്നുണ്ട്. അത് എന്തായാലും ഇവർ വാങ്ങിയതല്ല എന്ന് തോന്നുന്നു. ആദ്യമൊക്കെ തന്നെ ഇവർ വാങ്ങി എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പിന്നീടാണ് ഇത് മനസ്സിലാക്കിയത് എന്ന് പറയാം. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത ഇങ്ങനെ പ്രതികരിച്ച് ഏറ്റെടുക്കുന്നതെന്നും പറയുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തിൽ തന്നെ ഇത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും മഞ്ജുപിള്ളയുടെ ഈ ഒരു ആനപ്രേമത്തെക്കുറിച്ച് പറയുന്നു. ആനയെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ആനയെ സ്പോൺസർമാരുടെ വീട്ടിലും കെട്ടാറുണ്ട്. ചിലപ്പോൾ അങ്ങനെയും ആകാം. എന്തു തന്നെയായാലും മഞ്ജുപിള്ളയുടെ ഏറ്റുമാനൂർ വീട്ടിൽ അങ്ങനെയൊന്നും മഞ്ജുപിള്ള പോകാറില്ല. ഉത്സവമോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി മാറി മാറി നിൽക്കാറാണ് പതിവ്. ഇപ്പോഴിതാ മുറ്റത്ത് ഓല തന്നു നിൽക്കുന്ന ആനയുടെ ചിത്രങ്ങൾ പങ്കുവച്ച് ജാനി എത്തുകയാണ് എന്ന് പറയാം. മഞ്ജുപിള്ളയുടെ ഏറ്റുമാനൂരിലെ വീട്ടിലെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വൈറലായി മാറുന്നത്. മഞ്ജുപിള്ള തന്നെയാണ് ഇത് പങ്കുവച്ചത്. ഏറ്റുമാനൂർ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ആനക്കുട്ടൻ ഞങ്ങളുടെ തറവാട്ടിൽ ഇപ്പോൾ വിശ്രമിക്കുകയാണ് എന്ന് പങ്കുവച്ച താരം തന്നെയാണ് എത്തിയത്. ആന അവിടെ നിൽക്കുകയും പനയോല തിന്നുന്നതുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മഞ്ജുപിള്ളയുടെ വീട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണോ പോകുന്നതെന്ന് ആദ്യമേ എല്ലാവരും ചോദിച്ചിരുന്നു. പരിമണം വിഷ്ണു എന്നാണ് ഈ ആനയുടെ പേര്. ആനയുടെ ചിത്രങ്ങൾ എടുത്ത് മഞ്ജുപിള്ള പങ്കുവച്ചിട്ടുമുണ്ട്. ഒപ്പം ആനയോടൊപ്പം നിന്ന് ചിത്രവും എടുത്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെയാണ് ഇപ്പോൾ മഞ്ജുപിള്ള ആനയെ പരിപാലിക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തന്നെ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരം തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സംസാരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയും അതുപോലെ തന്നെ എല്ലാവർക്കും ആനപ്രേമം ഉള്ളതുകൊണ്ട് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോയുമായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.